നമസ്കാരം. നമ്മളുടെ ചാനലിൽ നമ്മൾ ഒരുപാട് ബിസിനസ് ഐഡിയകൾ പറയാറുണ്ട്. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഒരുപാട് പണം ബിസിനസ്സിൽ നിന്നുണ്ടാക്കിയിട്ടും പലരും അവസാനം കടക്കാരായി മാറുന്നത് എന്തുകൊണ്ടാണെന്ന്? കാരണം പണം ഉണ്ടാക്കാൻ അറിഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ല. ആ പണം എങ്ങനെ സൂക്ഷിക്കണം, അത് എങ്ങനെ വളർത്തണം എന്ന് കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനെയാണ് ഫിനാൻഷ്യൽ ലിറ്ററസി അഥവാ സാമ്പത്തിക അറിവ് എന്ന് പറയുന്നത്. നമ്മൾ രാവും പകലും കഷ്ടപ്പെട്ട് പണം സമ്പാദിച്ച് ബാങ്കിലെ സേവിങ്സ് അക്കൗണ്ടിൽ കൊണ്ടുപോയി ഇട്ടാൽ നമ്മൾ വലിയ പണക്കാരാകുമോ? ഇല്ല, ഒരിക്കലുമില്ല. അവിടെയാണ് പലർക്കും തെറ്റ് പറ്റുന്നത്. നമ്മളുടെ കയ്യിലിരിക്കുന്ന പണത്തിന്റെ വില ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം 100 രൂപയ്ക്ക് കിട്ടിയിരുന്ന സാധനം ഇന്ന് വാങ്ങാൻ 110 120 രൂപ വേണ്ടിവരും. ഇതിനാണ് നമ്മൾ വിലക്കയറ്റം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ സമ്പാദിക്കുന്ന പണം വെറുതെ വെക്കാതെ അത് നമ്മൾക്ക് വേണ്ടി പണിയെടുത്ത് കൂടുതൽ പണം ഉണ്ടാക്കി തരുന്ന രീതിയിലേക്ക് മാറ്റണം. സ്വർണം, ഷെയർ മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട്, SIP തുടങ്ങി പണം വളർത്താനുള്ള നിരവധി മാർഗങ്ങൾ ഇന്നുണ്ട്. എന്നാൽ വ്യക്തമായി പഠിക്കാതെ ഇറങ്ങിയാൽ ഉള്ള പണം കൂടി നഷ്ടപ്പെടുകയും ചെയ്യും. നമ്മളുടെ വീഡിയോ കാണുന്നവരിൽ ഏതാണ്ട് 70-80% ആളുകൾക്കും ഇതൊക്കെ അപ്രാപ്യമാണ്, അല്ലെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. അതുകൊണ്ട് പണം എങ്ങനെ ശരിയായി കൈകാര്യം ചെയ്യാം, മ്യൂച്വൽ ഫണ്ടുകൾ എങ്ങനെ തുടങ്ങാം, ഷെയർ മാർക്കറ്റ് എന്താണ്, ലോണുകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് എന്ന് തുടങ്ങി സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു 50 ദിവസത്തെ ഫിനാൻസ് സീരീസ് നമ്മൾ ഈ ചാനലിലൂടെ ഇന്നു മുതൽ തുടങ്ങുകയാണ്. ഓരോ ദിവസവും ചെറിയ ചെറിയ വീഡിയോകളിലൂടെ വളരെ കൃത്യമായി കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ശ്രദ്ധിക്കുക, ഇതൊരു എഡ്യൂക്കേഷണൽ വീഡിയോ സീരീസ് ആണ്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ പഠിച്ച ശേഷം നിങ്ങളുടെ സ്വന്തം തീരുമാനപ്രകാരം മാത്രം നിക്ഷേപങ്ങൾ നടത്തുക. അപ്പോൾ നാളത്തെ 2ാമത്തെ വീഡിയോയിൽ പണപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷൻ എങ്ങനെയാണ് നമ്മളുടെ പോക്കറ്റ് അടിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു പുതിയ തുടക്കത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നന്ദി.